friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് റംസാൻ സ്പെഷ്യൽ ഷാഹി ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, 2 പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല വേണേലും ഉപയോഗിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക. ഒരു ഇടത്തരം തക്കാളി, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരച്ചെടുത്തത്, വെള്ളമൊന്നും ചേർക്കാതെ തക്കാളി മാത്രം അരച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി 3 കപ്പ് ബാസ്മതി റൈസ് എടുക്കാം. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം പട്ട ചേർക്കാം. അതിൻ്റെ കൂടെ 4 ഏലക്കയും 6 ഗ്രാമ്പൂവും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ചേർക്കണം. നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് തോന്നണം, എന്നാൽ മാത്രമേ ചോറിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി ഇനി ആവശ്യത്തിന് വെന്ത് വരണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, കറക്റ്റ് വേവായിരിക്കണം. അതായത് ഒട്ടും തന്നെ തമ്മിൽ ഒട്ടാത്ത പരുവത്തിന് തന്നെ എടുക്കണം. ഈ ബിരിയാണി നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ദം ചെയ്യാൻ ഇടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി നമ്മൾ ഇപ്പോൾ വേവിക്കുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള വേവ് ഉണ്ടാവണം. അപ്പോൾ അരി ഞാനിവിടെ വേവാനായിട്ട് വേറൊരു ബർണറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. സവോള ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കണം. ഞാനിവിടെ 4 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് സവോള ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലെയർ ചെയ്യുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 4 വലിയ സവോളയാണ് എടുത്തത് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി കിട്ടും. ഈ സമയത്ത് നിങ്ങൾ അരി വേവാൻ വെച്ചിട്ടുണ്ട്, അത് നോക്കാൻ മറക്കരുത്. അത് വെന്ത് കുഴഞ്ഞു പോകരുത്, കറക്റ്റ് വേവായിരിക്കണം. ഇവിടെ അരി വെന്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ തമ്മിലൊട്ടാതെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. സവോള നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുറച്ച് സവോളയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഏകദേശം ഒരു സവോള ചേർത്തിട്ടുണ്ട്. ബാക്കി 3 എണ്ണം സ്ലൈസ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയിൽ ചേർക്കാൻ വേണ്ടി. സവോള എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം, കാരണം ഉരുളക്കിഴങ്ങ് വേവും വേണമല്ലോ. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം. സവോളയും ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് അതിനകത്ത് നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ ഇടയ്ക്ക് നിന്ന് പോയി, അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതിരുന്നത്. എണ്ണയുടെ കൂടെ 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരണം, അതുവരെ വഴറ്റി കൊടുക്കാം.
സവാള ആവശ്യത്തിന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല വേണേലും ചേർക്കാം. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കാം. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം മാരിനേറ്റ് ചെയ്തപ്പോൾ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ചൊന്ന് വെന്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചിക്കനിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. ആ ഒരു ഗ്രേവിയിൽ തന്നെ വെന്ത് കിട്ടും. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവി ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി മതി ബിരിയാണിക്കാവുമ്പോൾ. അപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാൻ എടുക്കുക. അതിൻ്റെ താഴെ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയറായിട്ട് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മസാല ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ചോറിട്ടു. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വീണ്ടും ഒരു ലെയർ ചിക്കൻ ചേർക്കാം. വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും ഉരുളക്കിഴങ്ങും വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് പാലിൽ 2 നുള്ള് ഓറഞ്ച് ഫുഡ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചേർത്തില്ലേലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ബിരിയാണിക്ക് ചെറിയൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തത്. അപ്പോൾ ഈ ഷാഹി ചിക്കൻ ബിരിയാണിയിൽ സാധാരണ ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഫുള്ള് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ ബിരിയാണി ഇനി നമ്മൾ ദം ചെയ്തൊന്നുമല്ല എടുക്കുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെക്കുവാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് ബിരിയാണിയിൽ ആ ഫ്ലേവറൊക്കെ വന്നോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും മൈദമാവ് കോട്ടിച്ച് നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം. അതല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെക്കുവാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ പ്ലീസ് എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് റംസാനൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.